വല്ലതും നടക്കുമോ വല്ലതും നടക്കുമോ? രേണുവിന് കൂടെ അഭിനയിച്ച റീല് വിവാദമാകുന്നതിന് മുമ്പ് ഞാൻ ഒന്നിനെ ട്രാൻസ്ജെൻസിന്റെ കൂടെ വീഡിയോ ചെയ്തു. പക്ഷെ രേണുവിന് കൂടെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വിവാദമാവുന്ന പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷെ ഇത്രത്തോളം ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സാധാരണ സത്യം. പക്ഷെ രേണു നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആളാണ് അല്ലേ, നല്ലൊരു ആക്ട്രസ് ആണ് രേണു. എന്താ പറയുക, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ ആഗ്രഹിക്കുന്നത്. അതാണ് പൊളിച്ചെടുക്കുക. കടല കൊണ്ടുവരുമോ? കടലെവിടെ? നടിയെവിടെ? എനിക്കത് പറഞ്ഞില്ല. ഇവിടെ ബാക്കിൽ കുറച്ച് എക്സ്പ്രഷൻസ് കണ്ടിട്ട് ഞാൻ ചിരിച്ചത്. ബാക്കില് ഒന്നുമില്ല. നിങ്ങൾ ശരിക്കും അഭിനയിക്കുമ്പോ പുറകിൽ ഞങ്ങളുടെ ക്യാമറമാനും അഭിനയിക്കും. അങ്ങനെ അല്ല വല്ലതും നടക്കുമോ വല്ലതും നടക്കുമോ? അതുകൊണ്ട് ഞാൻ സോറി താങ്ക് യു. അല്ല പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ദാസേട്ടൻ കഴിഞ്ഞില്ലേ ശരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഔട്ട് കംപ്ലീറ്റ്ലി ഉള്ളത്. ഇപ്പം ഈ സ്ഥാനത്ത് ഇപ്പം ഞാനോ അല്ലെങ്കിൽ എനിക്കെങ്ങനെ അഭിനയിച്ചോ എന്ന് ഞാൻ പറയാനല്ലോ. ഇതൊക്കെ ചിരിക്കാ അല്ല അങ്ങനെ ഉണ്ടായാലും അല്ലെങ്കിൽ വേറൊരാൾ അഭിനയിക്കുകയാണെങ്കിലും ഒരിക്കലും ഇത്രയും കോൺട്രവേഴ്സീസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എന്തുകൊണ്ടാണ് ചേച്ചി, അതാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം കൂടെ അഭിനയിച്ച ഒരാളെന്ന് പറയുന്നത് ദാസേട്ടനാണ്. അപ്പൊ ദാസേട്ടൻ അറിയുന്ന ഒരാളാണല്ലോ ഇപ്പൊ രേണു എന്ന് പറയണം. അപ്പൊ ആ രേണുവിനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഞാൻ ആദ്യം രേണുവിന് കൂടെ അഭിനയിച്ച റീല് വിവാദമാകുന്നതിന് മുമ്പ് ഞാൻ ഒന്നിനെ ട്രാൻസ്ജെൻസിന്റെ കൂടെ വീഡിയോ ചെയ്തിരുന്നു. അഞ്ജലി അമീർ, അതുപോലെ തന്നെ നമ്മളെ ദീപാറാണി, അതൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ എനിക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന വിഭാഗം കേട്ടോ. അവരോട് രേണുവിന്റെ അല്ല നമ്മളെ അഞ്ജലി അമീറിന്റെ കൂടെ കൂടി ചെയ്ത വീഡിയോ, അതുപോലെ തന്നെ ദീപാറാണിയുടെ കൂടെ ചെയ്ത വീഡിയോ 3 മില്യന്റെ മുകളിൽ ചെറിയ വീഡിയോസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് കണ്ടില്ലാതെ ആൾക്കാരെ സ്വീകരിച്ച വീഡിയോ തന്നെ അത്. പക്ഷെ രേണുവിന് കൂടെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വിവാദമാവുന്ന പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷെ ഇത്രത്തോളം ആവും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് സാധാരണ സത്യം. പക്ഷെ രേണു നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആളാണ് അല്ലേ, നല്ലൊരു ആക്ട്രസ് ആണ് രേണു. പിന്നെ അറിയാത്ത ഒരാളെ പിടിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചൊന്നല്ല. രേണു ആയതുകൊണ്ട് ഒന്ന് അഭിനയിക്കാൻ അറിയാത്ത രേണുവിനെ പിടിച്ചുകൊണ്ട് അഭിനയിച്ചൊന്നല്ല. രേണു അഭിനയിക്കാൻ അറിയുന്ന ഒരു ആക്ട്രസ് തന്നെയാണ്. അത് ശരിക്കും ഗുണം ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടിയിട്ട്. ആണ് അത് ഭയങ്കര രീതിയിൽ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. വേറെ ആരും കിട്ടിയില്ലേ, ഇവളെന്തിനാ വിളിച്ചത്, ഇവൾക്ക് വീട്ടിലിരുന്നാ പോരെ. സീരിയസ്ലി ഉള്ള ഒരു കമന്റ് ആണ്. ഇവളെന്തിനാ ബോഡി ഷേവിംഗ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ തുള്ളുന്നത്, ചാടുന്നത്, ധിക്കാരി എന്നൊക്കെ ഉള്ള ഒരു വേർഡ്സ് ഒക്കെ യൂസ് ആക്കുന്നതാണ്. മറ്റൊരു സ്ത്രീകള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫേക്ക് ആണ് നമുക്ക്. അതെ എനിക്ക് പുച്ഛിച്ച ആൾക്കാർ, അതുപോലെ തന്നെ നല്ല പറ ആൾക്കാർ, എല്ലാവരും ബഹുമാനം മാത്രമേ. ഞാൻ ഒരാളോട് വെല്ലുവിളി ഉയർത്തി പോകുന്ന ഒരാളാണ്. ഞാൻ ഈ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന സംസാരിച്ചാൽ ഞാൻ യഥാർത്ഥത്തില് എന്താ പറയാ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പൊളിച്ചെടുക്കുക, ആരും വെറുപ്പിക്കുക. അതാണ് എന്റെ മുദ്ര. ആരും വെറുപ്പിക്കുക, ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോവുക. നമ്മള് മെയിൻ ആയിട്ട് എന്റെ ജോലി എന്താ പറയുക, ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യാണ്, ഗവൺമെന്റ് ജോബാണ്. ജോലിന്റെ ഇടവേളയിൽ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ആണ് റീൽസ് ചെയ്യുന്നത്. അല്ലാതെ റീൽസ് ചെയ്തപ്പോ എന്റെ ഫോളോവേഴ്സ് കുറഞ്ഞല്ലോ, അയ്യോ ഇപ്പൊ എന്താ ചെയ്യുക, ആകെ ഡിപ്രസ്, അങ്ങനത്തെ സ്വഭാവം ഒന്നും എനിക്കില്ല. എന്റെ ജോലി വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അതിന്റെ ഇടവേളകളിൽ നല്ല നല്ല റീൽസ് ചെയ്യുന്നു, അത്ര മാത്രം. കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ റീൽ കാണുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ റീൽ ചെയ്യുന്നുണ്ട്, കാണാറുണ്ട്. അഭിപ്രായം പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, പോസിറ്റീവ് പറയുന്ന ആൾക്കാർ. സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഇലക്ട്രിസിറ്റി ബോർഡ് ഗസറ്റഡ് റാങ്കിലുള്ള ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്ത അടിപൊളി, അങ്ങനെ മുന്നോട്ട് പോകണം, ആടെന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാർ, പല ആൾക്കാരും പല ടൈപ്പ് ആൾക്കാരാണ്. പക്ഷെ അല്ലാതെ ഓക്കെ ചേട്ടൻ പറയുമ്പോൾ ചെയ്യാം, ബ്രോ പറയുമ്പോൾ ചെയ്യാം, അങ്ങനെ ആരും വെറുപ്പിക്കുന്നില്ല. എന്നെ വിമർശിച്ചോട് നിന്നോട് മിണ്ടിലാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എല്ലാരും വേണം അങ്ങനെ ഒരു തീർച്ചയായും 100%. നാട്ടുകാരും വീട്ടുകാരും ഓഫീസിലെ ആൾക്കാരും കുടുംബക്കാരും എന്റെ എല്ലാരും ഇവിടെ കൂടെ വേണം.